ഹായ് ഗൈസ്, വെൽക്കം ടു എഡ്കോം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടിങ് പാർട്ട് 1ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. 2023 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും സ്പെഷ്യലി ചാപ്റ്റർ 1 മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ഒക്കെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പിന്നീട് വരും. അപ്പോൾ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്, അതാണ് നമ്മുടെ ചാപ്റ്റർ 1ന്റെ പേര്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരും വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, ദെൻ 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ്. അണ്ടർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റിംഗ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ ആർ ഷോൺ. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഉള്ള ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എല്ലാ അഡ്ജസ്റ്റ്മെന്റും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഷോൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആൻസർ ഇങ്ങനെ പറഞ്ഞു പോകുകയുള്ളൂ. വലിയൊരു ഡിസ്കഷൻസ് ഉണ്ടാകൂല, കാരണം ഓൾറെഡി കുറച്ച് അറിയുന്നവർക്കാണ് ഇത് ഐഡിയ കിട്ടുക. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എങ്കിലും അല്ലാത്തവർക്കും ശ്രദ്ധിക്കാം, മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ നമ്മൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓൾ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുന്നത്. എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റും കാണിക്കുന്നത്. ഓക്കെ, ദെൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒന്നും നമ്മൾ അതിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കൂല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ വെറുതെ ഒരു ഓപ്ഷൻസ് വേണ്ടി കൊടുക്കുന്നതാണ്. Anyway, then മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് എനി 4 items appear in the credit side of the partner's capital account when the capitals are fluctuating. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട് നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ ഏതെല്ലാം ഐറ്റംസ് ആണ് വരിക, അതാണ് പോയിന്റ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകൾ. ഓക്കെ, അപ്പൊ ഏതെല്ലാം ഐറ്റംസ് ആണ് വരുന്നത് എന്ന് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാം. അത്രോളൂ, ജസ്റ്റ് നോട്ട് ചെയ്യാം, അത്രോളൂ. ബാലൻസ് ബ്രോ ഡൗൺ ഉണ്ടാവും, അതായത് ക്യാപിറ്റലിന്റെ ബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് നിധി ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ജനറൽ റിസർവ്, ഇതായിരിക്കും ഉണ്ടാവുക നോർമലി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇത് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഈ ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിൽ ഏതുണ്ടാവുക? അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മുടെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ആ ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരിക, അല്ലേ? അപ്പോൾ നമ്മൾ ആ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ 2 T കോളം മീൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാവും ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കേണ്ട ഐറ്റംസ് ആണ് ഈ എല്ലാ ഐറ്റംസും. ഓക്കെ, നെക്സ്റ്റ് question. Rahim and Salim are partners in a firm. They share profit equally. രണ്ടാളും ഷെയർ പ്രോഫിറ്റ് ഈക്വലി ആണ് ഷെയർ ചെയ്യണത്, പ്രോഫിറ്റ്. Their monthly drawings are 2500 each. ഓരോ മാസവും 2500 പിൻവലിക്കുന്നത് ഓരോ മാസവും. Interest on drawings is charged at 12% per annum. Interest on ഡ്രോയിങ്സിന് ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്, അപ്പൊ അതിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ടാവും. അത് 12,000 per annum, അല്ലെ? ഒരു കൊല്ലം 12%. Calculate interest on drawings on Rahims for the year end, assuming that the drawings are made. അല്ലെ? അപ്പോൾ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇൻ ദി ബിഗിനിങ് ഓഫ് ദി എവറി മന്ത്. ഇദ്ദേഹം പിൻവലിക്കുന്നത്, സലീം പിൻവലിക്കുന്നത് ബിഗിനിങ് ഓഫ് എവറി മന്ത്. സലീം അല്ല, റഹീമാണ്, അല്ലെ? എല്ലാ മാസവും തുടക്കത്തിലാണ് ഈ വലിക്കുന്നത്. എല്ലാ മാസവും തുടക്കത്തിലാണെങ്കിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ഇതിന്റെ മിഡിലായിരിക്കും എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ആൻഡ് ദി എൻഡ് ഓഫ് എവറി മന്ത്, എല്ലാ മാസവും അവസാനത്തിലാണ് പിൻവലിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2500 പിൻവലിക്കുന്നതെന്ന് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞു, അല്ലെ? 12% ആണ് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇങ്ങനെ 3 ഓപ്ഷൻ ആണ് ചോദിച്ചതാണ്. ബിഗിനിങ്,
ബിഗിനിങ് മിഡില് ബിഗിനിങ് മിഡില് ദെൻ എൻഡില്. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് വരികയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 30,500 ഇൻറ്റു 12 30,000 ആണ് ഒരു വർഷം നമ്മൾ പിൻവലിക്കുന്നത്. അതിന്റെ 12% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ അറ്റ് ദ ബിഗിനിങ്ങിൽ വരുമ്പോൾ നമ്മളത് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. ബിഗിനിങ്ങിലേക്ക് വരുമ്പോൾ 6.5 ഡിവൈഡ് ബൈ 12 മാസം, അതിൽ 6.5 മാസത്തേക്ക്. അതാണ് ബിഗിനിങ്ങിലാകുമ്പോൾ നമ്മൾ 6.5 ഡിവൈഡ് ബൈ 12 ആണ് കൊടുക്കേണ്ടത്. ദെൻ ബി മിഡിലാണ്. മിഡിലാകുമ്പോൾ 6.5 എന്നുള്ളത് 6 മാത്രമാണ് കൊടുക്കുക. ഓക്കെ, 6/12. എൻഡിലാവുമ്പോൾ എൻഡ് ഓഫ് ദി എവറി മന്ത് ആകുമ്പോൾ 5.5 ഡിവൈഡ് ബൈ 12. ഓക്കെ, അപ്പൊ ഇതാണ്. ഇതേപോലെ ക്വാർട്ടറിലും ഉണ്ടാവും. ഓക്കെ, ഈച്ച് ക്വാർട്ടർ ഓഫ് എവറി മന്ത് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ക്വാർട്ടറിന്റെ എൻഡിങ്ങിൽ ക്വാർട്ടറിന്റെ ബിഗിനിങ്ങിലൊക്കെ ആയിട്ട്. ഓക്കെ, അതൊന്ന് നോക്കണേ. ദെൻ ഇതാണ് എന്റെ ആൻസേഴ്സ് വരുന്നത്. ജസ്റ്റ് സിമ്പിൾ ആണ് ആൻസേഴ്സ് ഒക്കെ, ജസ്റ്റ് മനസ്സിലാക്കിക്കണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ. രാജൻ ആൻഡ് സാജൻസ് ആർ പാർട്ട്നേഴ്സ് ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദി റേഷ്യോ 2:1. രണ്ടാള് പാർട്ട്നേഴ്സ് ആണ്. അവര് റേഷ്യോ അവര് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ദർ ക്യാപിറ്റൽ ബാലൻസസ്, അവരുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്? 4 ലക്ഷവും അതേപോലെ തന്നെ 3 ലക്ഷവുമാണ്. രാജന്റെ 4 ലക്ഷവും സാജന്റത് 3 ലക്ഷവും. അങ്ങനെയാണ് ക്യാപിറ്റലിന്റെ അവരുടെ എടുക്കുന്നത്. ദ പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ദാറ്റ് രാജൻ ഈസ് ടു പെയ്ഡ് എ സാലറി. ഡീഡ് പ്രകാരം രാജൻക്ക് 2000 മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാജൻക്ക് കമ്മീഷനും കിട്ടുന്നുണ്ട്. അത് 10,000 ആണ് അല്ലെ. 10,000 കമ്മീഷനും കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് 8%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% അലോ ചെയ്തിട്ടുണ്ട്. Drawings of Rajan and Sajan for the year ended 30,000, 10,000. Then interest on drawings was 750. Drawings Rajandadum, interest on drawings 250 Sajandadum. The net profit of the firm before making this adjustment rupees 1,82,000. 1,52,000 നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ ക്വസ്റ്റ്യൻ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ, ക്വസ്റ്റ്യൻ ഡാറ്റാസ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്പ്രെഡ് ആയി കൊടുത്തു എന്ന് മാത്രമാണ്. അത്ര വലിയ പ്രശ്നം എന്നുള്ളതൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി ആദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിലിവിടെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ആൻസർ ആണ് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും. ആദ്യം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ 4 lakhും 3 lakhും 4 lakhും 3 lakhും ആണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ നോർമലി കാണിക്കാറുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോ അതിലിനി പറയുന്നത് ഇവിടെ ദ പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ദാറ്റ് രാജൻ ഈസ് ടു പെയ്ഡ് സാലറി റുപ്പീസ് 2,000 പെർ മന്ത്. രാജൻക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ രാജന്റെ സാലറി എന്ന് പറഞ്ഞ രാജൻ സാലറി ഒരു മാസത്തിൽ 2,000 ആണ്. അങ്ങനെ 12 മാസത്തേക്ക് 24 അല്ലെങ്കിൽ 24,000. ഓക്കെ, 12 കൂടി ഗുണിക്കണം. മാസത്തിലാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ നമ്മൾ മറ്റൊന്ന് പറയാനുള്ളത് ദെൻ കമ്മീഷൻ ഉണ്ട്. സാജൻ കമ്മീഷൻ കിട്ടുന്നുണ്ട്. 10,000 കമ്മീഷൻ ഉണ്ട്. അത് പിന്നെ ഫോർ ദി ഇയർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാജന്റെ കമ്മീഷൻ 10,000 കണക്കാണ് നമ്മൾ നേരെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനം. 8% ആണ്. ഏതിന്റെ 8%? 4 lakhന്റെയും 3 lakhന്റെയും 8% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ തന്നിട്ടുള്ളത്. അല്ലാതെ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? 32,000ഉം 24,000ഉം 4 lakhന്റെയും 3 lakhന്റെയും 8% കണ്ടാൽ മതി. ഓക്കെ, ദെൻ ഡ്രോയിങ്സ് ഓഫ് രാജൻ സാജൻ
30,000 ആൻഡ് 10,000. ഡ്രോയിങ്സും നമ്മൾ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഡ്രോയിങ്സും അതേപോലെ തന്നെ ക്യാപിറ്റലൊക്കെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എടുക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അത് എടുക്കാൻ പാടില്ല. നോട്ട് ചെയ്യാം കേട്ടോ, കാര്യം നോട്ട് ചെയ്യാം. ദെൻ ഈ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതാണ് 750, അതേപോലെ തന്നെ 250. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതാ ഈ ഭാഗത്ത് തന്നിട്ടുണ്ട് 750, 250. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെയാണ്. ഇവിടെ നോർമലി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നെ വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഈ ഭാഗത്താണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കൊടുക്കുക, ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം സോറി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദെൻ 1,82,000 നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 1,82,000. അപ്പൊ അത് നെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇവിടെ കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാ, അത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 93,000 കിട്ടും. മീൻസ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1,83,000, 1,83,000. അതിൽ നിന്ന് 3 സംഖ്യ കൂടെ നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 93,000 കിട്ടും. അതിനെ നമ്മൾ 2:1, 2:1 ആണോ റേഷ്യോ? ആ റേഷ്യോയിൽ 2:1 എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്താണ് രാജൻക്കും സാജൻക്കും 2:1 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത്രയാണ് 2023 ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഇനി 2023 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ നെക്സ്റ്റ്. ഷോ ഹൗ ദ പ്രോഫിറ്റ് ഓർ ലോസ് ആർ അപ്രോപ്രിയേറ്റഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനത്തെ 4 ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൂടെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, ഈ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, സോബിർ എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോ ₹3,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസവും ബിഗിനിങ്ങിൽ, ഇത് സ്പെഷ്യൽ നോട്ട് ചെയ്യണം, ബിഗിനിങ്ങിലാണ് സോബിർ പിൻവലിക്കുന്നത്, വിഡ്രോ ചെയ്യുന്നത് ₹3,000 for a 12 month. Calculate interest on drawings if the rate interest on drawing 10%. interest on drawings 10% ആണ് per annum. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അറിയുന്ന പോലെ ടോട്ടൽ ഡ്രോയിങ്സ് ആദ്യം നമ്മൾ കണ്ടെത്താം. 3,000 12നെ കൊണ്ട് ഗുണിക്കുക, കാരണം മാസത്താണ് അല്ലെ. അപ്പം 36,000 കിട്ടും ഒരു കൊല്ലം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 36,000ന്റെ മുകളിൽ 10% ആണ്. ഈ 10% നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗിനിങ്ങിലായതുകൊണ്ട്, ഓരോ മാസവും ബിഗിനിങ്ങിലായതുകൊണ്ട് 6.5 ഡിവൈഡ് ബൈ 12 കണ്ടേ, ബിഗിനിങ്ങിലായതുകൊണ്ട് അവിടെ ബിഗിനിങ് ആണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടു, നോക്കിയേ. ചിലർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരണേ. നോക്കിയേ, കണ്ടോ ഇവിടെ ബിഗിനിങ്ങിൽ നമ്മൾ 6.5 എടുത്തല്ല ബിഗിനിങ്ങിൽ, കണ്ടില്ലേ? അപ്പൊ അതേപോലെയാണ് ആളെ കാണിച്ചിട്ടുള്ളത്. Then next question, state any 3 difference between fixed capital method and fluctuating capital method. സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 2 മെത്തേഡ് ഉണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 അക്കൗണ്ട്സ് മെയിൻലി ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ കറന്റ് അക്കൗണ്ട് ഉണ്ടാവും അല്ലെ. ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്. ദെൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ കറന്റ് അക്കൗണ്ട്. ഇവിടെ ഓൺലി 1 അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്ലക്ച്വേറ്റിംഗിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. Then usually the amount of capital remain the same year after year. The amount of capital is fluctuating. ഇവിടെ സെയിം ആയിരിക്കും എമൗണ്ട്, അതിനാണല്ല ഫിക്സ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ സെയിം ആണ്. ദെൻ മറ്റൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദി കറന്റ് അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ മിക്കവാറും കറന്റ് അക്കൗണ്ടിൽ വരും. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഒക്കെ എന്തിനു വരുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരിക. എല്ലാം ഒരുമിച്ച് ഒറ്റ അക്കൗണ്ടിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നോർമലി കറന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ള മെയിൻ ഡ്രോയിങ്സും ക്യാപിറ്റലിന്റെ ബാലൻസിങ് ഒക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കും.
Then both current account and capital account are appeared in the balance sheet. രണ്ടും balance sheet appear ചെയ്യും. Only the capital account appear in the balance sheet. Okay. Then it should be specifically mentioned the need not necessary. Then മറ്റൊരു question ആണ് Joy and Vinod are partners sharing profit in the ratio 3:2. Then അവരുടെ capital 50,000 and 30,000 പറയുന്നു. Interest on capital 6% ആണ്. Vinod is entitled to monthly salary 250. വിനോദിന്റെ monthly salary 250 ആണ്, monthly ആണ്. ഡ്രോയിങ്സ് ഉണ്ട്, അതേപോലെ 8,000 4,000 ഓരോന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നതിന് പകരം ഇങ്ങനെ സ്പ്രെഡ് ആയി കൊടുത്തു എന്ന് മാത്രം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 600, വിനോദ് 400 അല്ലേ. ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തൊട്ട് മുകളിൽ 2023 ക്വസ്റ്റ്യൻ ചെയ്തത് സെയിം തന്നെ അല്ലേ. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സെയിം സംഭവമാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് 3 നമുക്ക് എടുക്കാറുണ്ട്, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതിൽ 50,000 30,000 എടുക്കേണ്ട ആവശ്യമില്ല, അത് ക്യാപിറ്റലാണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്യാപിറ്റൽ എടുക്കൂല. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%, 50,000ന്റെ 6%, 30,000ന്റെ 6%. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആദ്യം ഈ ഭാഗത്ത് കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടോ 6% എടുത്തിട്ടുള്ളതാണ്. ജോയ് ആൻഡ് വിനോദ് രണ്ടും കൂടെ കൂട്ടിട്ട് ഇവിടെ കൊടുത്തു. ദെൻ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തു. ദെൻ മന്ത്ലി സാലറി 250 ഉണ്ട്, മന്ത്ലി സാലറി 250 ഉണ്ട്. സാലറി വിനോദ് സാലറി അത് 250 നമ്മൾ കൊല്ലത്തേക്ക് ഇൻറ്റു 12, അപ്പൊ 3,000 കിട്ടും. ഓക്കെ. ദെൻ ഡ്രോയിങ്സ് നമ്മൾ നോർമലി ഇവിടെ കാണിക്കാറില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ കാണിക്കുക. 600 400 അല്ലെ, 600 400. ഡ്രോയിങ്സ് ഇവിടെ കാണിച്ചിട്ടില്ല, നോക്കിയാൽ മനസ്സിലാവും. ഡ്രോയിങ്സും ക്യാപിറ്റലും നമ്മൾ കാണിക്കില്ല. ദെൻ പ്രോഫിറ്റ് ഓഫ് ദി ഫേം 15,000 നമ്മൾ 18,000 കൊടുത്തിട്ടുണ്ട്. ദെൻ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള 3:2 എന്ന ആനുപാതികത്തിൽ അതിന്റെ ബാലൻസിന് കിട്ടുന്ന ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ജോയ്ക്കും വിനോദിനും. ഓക്കെ, ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കേട്ട് നോക്കുക, അപ്പൊ മനസ്സിലാവും. ഒന്ന് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.